ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും സുഖമല്ലേ? മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ പാഠം 12 പഠിക്കാം. നമുക്ക് എല്ലാവരും നന്നായി എഴുതിയെന്ന് വിശ്വസിക്കുന്നു. മിസ്സ് കുറച്ച് പേരുടെ പേപ്പറാണ് നോക്കിയിട്ടുള്ളൂ, ഇനിയും പേപ്പർ നോക്കാനുണ്ട്. അപ്പോൾ നോക്കിയെടുത്തോളം ഒന്നും കുഴപ്പമില്ലാതെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് പോകാം. ഓക്കെ, പാഠം 12 ഒരു യഥാർത്ഥ പ്രജ. പ്രജ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പം ആ രാജ്യത്തെ പ്രജകളുണ്ട്, അവിടെ താമസിക്കുന്ന ജനങ്ങൾ. രാജഭരണകാലത്ത് അവരെ പ്രജകളെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തെ പ്രജകളാണ്, എല്ലാവരും പൗരന്മാരാണ്. കാരണം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമാണ്. അതുകൊണ്ട് അപ്പോൾ ഒരു യഥാർത്ഥ പ്രജ, അതായത് ഒരു ശരിയായ പ്രജ എങ്ങനെയായിരിക്കണം? നിങ്ങൾ രാജഭരണകാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? രാജാക്കന്മാരായിരുന്നു പണ്ട് രാജ്യം ഭരിച്ചിരുന്നത് എന്നൊക്കെ നിങ്ങൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ രാജഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അക്ബർ എന്ന മഹാനായ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ രാജാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ തങ്ങളുടെ പ്രജകൾ, തങ്ങളുടെ ജനങ്ങൾ സന്തോഷത്തോടു കൂടിയാണോ, സ്നേഹത്തോടു കൂടിയാണോ, അല്ലെങ്കിൽ അവർ രാജാവിൻ്റെ ഭരണത്തിൽ തൃപ്തരാണോ എന്നൊക്കെ അറിയാനായിട്ട് അവർ ചിലപ്പോൾ വൈകുന്നേര സമയങ്ങളിലും ഇടയ്ക്ക് എപ്പോഴൊക്കെ അവർക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവരിങ്ങനെ തങ്ങളുടെ ജനങ്ങളുടെ ഇടയിലൂടെ വേഷം മാറി സഞ്ചരിക്കും. ചിലപ്പോൾ രാജാക്കന്മാർ സാധാരണ വേഷത്തിൽ നടക്കും, സഞ്ചരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാജവേഷത്തിൽ തന്നെ പോയി നിന്നിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ രാജവേഷത്തിൽ ചെന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരെല്ലാ സത്യങ്ങളും തുറന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വേഷം മാറിയിട്ടൊക്കെ ജനങ്ങളെ സന്ദർശിക്കാനായിട്ട് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹം ഒരു നാട്ടിൻ പുറത്ത് ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് ചെന്നപ്പോൾ നടന്ന ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി ഇരിക്കുക. പാഠം 12 ഒരു യഥാർത്ഥ പ്രജ. വേഷം മാറി നഗരത്തിലൂടെയും ഗ്രാമങ്ങളിലൂടെയും നടക്കുക ഒരു വിനോദമായിരുന്നു അക്ബർ ചക്രവർത്തിക്ക്. ചക്രവർത്തിയുടെ ഈ യാത്രാ പരിപാടി കൊട്ടാരത്തിലുള്ളവർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഒരു ദിവസം ചക്രവർത്തി നടക്കാനിറങ്ങി. ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അപ്പം അതിനാദ്യം പറഞ്ഞില്ലായിരുന്നോ രാജാക്കന്മാർ വേഷമൊക്കെ മാറി ഇറങ്ങുമെന്ന്? അപ്പം അക്ബർ ചക്രവർത്തിയാണ് പോയേക്കുന്നത് എന്ന് കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമാണ് അറിയാമുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദിവസം ചക്രവർത്തി ഇങ്ങനെ പോവുകയാണ് നടക്കാനായിട്ട്. അപ്പം കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമാണ് അറിയാമുള്ളൂ രാജാവാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന്. അപ്പം ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. നഗരം വിട്ട് അദ്ദേഹം പ്രധാന പാതയിലൂടെ ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി. അതായത് അദ്ദേഹം നഗരത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പാതയിലൂടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി. സായഹാനമാകുന്നു. സായഹാനം എന്താ അർത്ഥം? സായഹാനം വൈകുന്നേരം. നീലാകാശത്ത് സ്വർണ്ണപ്രഭ വിതറി സൂര്യൻ പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ആകാശത്ത് എന്താണ്? അതായത് വൈകുന്നേരം ആവാൻ തുടങ്ങുന്നു. നീലാകാശത്ത് സ്വർണ്ണപ്രഭ വിതറി സൂര്യൻ പോകാൻ ഒരുങ്ങുന്നു. അതായത് വിതറുക എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു കളർ വ്യത്യാസമില്ലേ ആകാശത്തിന്? അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടും പാതയുടെ രണ്ടു വശത്തുമുള്ള പ്രജകൾ വിവിധ ജോലികൾ മുഴിപ്പിക്കുന്നത് കണ്ടുകൊണ്ടും ചക്രവർത്തി നടന്നു. അപ്പോൾ ചക്രവർത്തി എങ്ങനെയാണ് നടക്കുന്നത്? പാതയുടെ രണ്ടു വശത്തും എന്താണ്? ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ ഭംഗിയെല്ലാം അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആസ്വദിച്ച് അദ്ദേഹം നടന്നു പോവുകയാണ്. പാതയുടെ ഓരത്ത് നാട്ടുവെളിച്ചം മാത്രം. ഓരം എന്ന് വെച്ചാൽ എവിടെയാണ്? റോഡിൻ്റെ സൈഡ്, അരിക് എന്ന് പറയില്ലേ നമ്മൾ, റോഡ് സൈഡിൽ നാട്ടുവെളിച്ചം മാത്രം, അതായത് സാധാരണ വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ചക്രവർത്തി ഒരു കാഴ്ച കണ്ടത്. എന്തായിരിക്കാം ആ കാഴ്ച? നോക്കിക്കേ. പാതയുടെ ഓരത്ത് ഒരു വൃദ്ധൻ. കണ്ടാൽ ഏറെ പ്രായം തോന്നും, എങ്കിലും മുഖത്ത് നല്ല പ്രസരിപ്പ്. കണ്ണുകളിൽ വെളിച്ചത്തിൻ്റെ ശക്തി. കാലുകളും കൈകളും ഏറെ മെല്ലിച്ചത്. വൃത്തിയുള്ള കുപ്പായം. അപ്പോൾ ആ വൃദ്ധൻ്റെ രൂപമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പാതയുടെ ഓരത്ത്, പാതയുടെ അരികിലായിട്ട് ഒരു വൃദ്ധൻ നിൽപ്പുണ്ട്. കണ്ടാൽ ഏകദേശം നല്ല പ്രായം തോന്നും, എങ്കിലും മുഖത്ത് നല്ല പ്രസരിപ്പാണ്. നല്ല ഉന്മേഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കണ്ണുകളിലൊക്കെ എന്തുണ്ട്? നല്ല വെളിച്ചം പോലെ തോന്നുന്നുണ്ട്. കൈകളും കാലുകളും ഒക്കെ മെല്ലിച്ചതാണ്. സാധാരണ പ്രായമാകുമ്പോൾ ആളുകളുടെ കൈയും കാലുകളും ചുരുങ്ങി വരും അല്ലേ? അപ്പോൾ അതുപോലെ മെല്ലിച്ചതാണ്. പിന്നെ നല്ല വൃത്തിയുള്ള ഡ്രസ്സാണ്, കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. ചക്രവർത്തി കൗതുകത്തോടെ അയാളുടെ അടുത്തേക്ക് നടന്നു. പാതയോരത്ത് യാത്രക്കാരെ ശ്രദ്ധിക്കാതെ വൃദ്ധൻ എന്തോ നടുകയാണ്.
നടുകയാണ്. അപ്പോൾ വൃദ്ധൻ എന്ത് ചെയ്യുകയാണ്? അവിടെ എന്തോ നടുകയാണ്. ചക്രവർത്തി അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു വൃക്ഷത്തൈയാണ് നടുന്നത്. പാതയുടെ രണ്ടു വശത്തും ഇടവിട്ട് തൈകൾ നട്ടിരിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. എല്ലാം മാവിൻ്റെ തൈകൾ തന്നെ. അപ്പം ഈ വൃദ്ധൻ എന്തോ നടുകയാണ്. എന്താ നടുന്നത്? മാവിൻ്റെ തൈകളാണ്. ചെറിയ മാവിൻ്റെ തൈകളാണ് വൃദ്ധൻ നട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാതയോരത്ത് എന്ത് ചെയ്യുകയാണ് നിങ്ങൾ? സ്നേഹിത, ഞാനൊരു മാവിൻ്റെ തൈ നടുകയാണ്. അപ്പോൾ രാജാവാണെന്നൊന്നും വൃദ്ധൻ അറിയുന്നില്ല. വൃദ്ധനോട് രാജാവ് ചെന്നിട്ട് ചോദിച്ചു, ഈ പാതയുടെ ഈ വഴിയുടെ ഓരത്ത് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അപ്പം വൃദ്ധൻ മറുപടി പറഞ്ഞു, എന്താണ് സ്നേഹിത, ഞാൻ എന്ത് നടുകയാണ്? ഒരു മാവിൻ്റെ തൈ നടുകയാണ്. അതിശയമായിരിക്കുന്നു. ഈ മാന്തൈ വളർന്ന് പൂത്തു മാങ്ങയുണ്ടാവാൻ എത്ര കാലമെടുക്കും? അത്രയും നാൾ എന്ന് പറഞ്ഞിട്ട് രാജാവ് നിർത്തുകയാണ്. കാരണം ഇദ്ദേഹം ഒത്തിരി പ്രായമുള്ള ആളാണ്. ഇപ്പം മാവിൻ്റെ തൈയൊക്കെ നട്ട് പൂത്ത് കായ്ച്ചു വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പം അത്രയും നാൾ വൃദ്ധൻ ജീവനോടെ ഉണ്ടാകുമോ എന്നാണ് രാജാവ് അവിടെ ചോദിച്ച് നിർത്തിയിരിക്കുന്നത്. അത്രയും നാൾ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തേക്കാണ് അല്ലേ? ശരിയാണ്, അത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നല്ലേ അറിയേണ്ടത്. അപ്പം വൃദ്ധൻ ചോദിക്കുകയാണ്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കുമല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരു മാന്തൈ നടുന്നത്? കാരണം നമ്മൾ നടുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം വേണം അല്ലേ? അപ്പോൾ പ്രയോജനമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് രാജാവ് ചോദിച്ചത്. അപ്പം ഇല്ല, എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര, നമ്മൾ ഭക്ഷിച്ച എല്ലാ വസ്തുക്കളും നമ്മൾ തന്നെ നട്ടു വളർത്തിയതല്ലല്ലോ, നമ്മുടെ പൂർവികർ സമ്മാനിച്ചതാണ്. അവരങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ നാം എന്തു ചെയ്തേനെ? ഞാനും അതുകൊണ്ട് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണിത്. അപ്പോൾ വൃദ്ധൻ പറയുകയാണ്, അപ്പം നമ്മൾ നട്ടേക്കുന്നത് അല്ലേ, നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പേരമരം ഉണ്ടാകാം, ചാമ്പമരം ഉണ്ടാവാം, മാവുണ്ടാവാം, പ്ലാവുണ്ടാവാം, പിന്നെ എന്താണ് തെങ്ങുണ്ടാവാം അല്ലേ? ഇതൊക്കെ നമ്മൾ നട്ടിട്ടാണോ നമ്മളതിൽ നിന്ന് ഭക്ഷിക്കുന്നത്? അല്ലല്ലോ, ആരെങ്കിലുമൊക്കെ നട്ടതായിരിക്കാം. അപ്പോൾ അവർ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്നതെല്ലാം ഭക്ഷിക്കുന്നത്. അപ്പം ഈ വൃദ്ധൻ ചെയ്തതും അത്രയും മാത്രമേ ഉള്ളൂ. വൃദ്ധൻ മറുപടി പറഞ്ഞു, ഞാൻ ഭക്ഷിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ നട്ടു വളർത്തിയിട്ടല്ല ഞാൻ ഭക്ഷിക്കുന്നത്. അത് നമ്മുടെ പൂർവികർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുമ്പേ ജീവിച്ചു പോയവർ, അവർ സമ്മാനിച്ചതാണ്, നമ്മൾക്ക് ദാനമായി നൽകിയതാണ് അല്ലേ? അപ്പോൾ അവരങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടാത്ത സാധനം മറ്റുള്ളവർക്ക് വേണ്ട എന്ന് അവർ കരുതിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനും അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ചക്രവർത്തി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ തടഞ്ഞു. സഹോദര, ഇപ്പോൾ തന്നെ സമയമില്ല, എൻ്റെ ജോലി പൂർണ്ണമാക്കട്ടെ. അപ്പം രാജാവ് എന്തോ അടുത്തത് തിരിച്ച് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വൃദ്ധൻ പറയുകയാണ്, എൻ്റെ സഹോദര, എനിക്കിപ്പോൾ സമയമില്ല, എൻ്റെ ജോലി ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ചക്രവർത്തിയുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുടിച്ചു. ആഹ്ലാദം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആഹ്ലാദം, സന്തോഷം അല്ലേ? തുടിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ സന്തോഷിക്കുക. തുടിക്കുക എന്ന് വെച്ചാൽ സന്തോഷിക്കുക എന്നല്ല അർത്ഥം. ഇങ്ങനെ നിറഞ്ഞ കവി, നിങ്ങൾക്കൊക്കെ സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുകയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ നമ്മൾ ചക്രവർത്തിക്ക് തൻ്റെ രാജ്യത്തെ ഒരു പ്രജ ഇത്രയധികം സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തുവല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. അതാണ്, ചക്രവർത്തിയുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുടിച്ചു. ഒരു യഥാർത്ഥ പ്രജയെ കണ്ടെത്തിയതിൻ്റെ ആനന്ദമായിരുന്നു അദ്ദേഹത്തിന്. തൻ്റെ രാജ്യത്ത് ഒരു യഥാർത്ഥ പ്രജ അല്ലെങ്കിൽ വരും തലമുറയെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനെ കണ്ടെത്തിയതിൻ്റെ സന്തോഷമായിരുന്നു രാജാവിന്. അപ്പോൾ അതുകൊണ്ടാണ് മരം ഒരു വരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് മരങ്ങൾ നമ്മളെപ്പോഴും വെച്ച് പിടിപ്പിക്കണം. വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഫലവൃക്ഷ തൈകൾ ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അത് നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങളും അതൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് നമ്മൾ അവിടെ എപ്പോഴും പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് പണ്ട് പഴഞ്ചൊല്ലി പറയുന്നത് മരം ഒരു വരം എന്ന്. അതായത് മരമില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ നമ്മളും എപ്പോഴും ഒരു മരം നമ്മുടെ വീടിൻ്റെ മുറ്റത്തു നിന്ന് വെട്ടിയാൽ അതിന് പകരം വേറെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഇരിക്കണം. അപ്പം മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ കഥയുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിലിരുന്ന് 3 ടൈംസ് ഒന്ന് വായിച്ച് നോക്കണം. ബാക്കി മിസ് തരുന്ന നോട്ടും എഴുതണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് സന്തോഷത്തോടു കൂടി വീട്ടിലിരിക്കുക. ഓക്കെ, താങ്ക് യു.